9 മാസം മാത്രം പ്രായമുള്ള അഗസ്ത്യ എന്ന് പറയുന്ന ഈ പൊന്നുമോൻ വയറെല്ലാം വീർത്ത് പൊട്ടാറായി. വേദന കൊണ്ട് ഇങ്ങനെ കിടന്ന് പൊളയുമ്പോ ഇനി ദിവസങ്ങൾ പോയിട്ട് മണിക്കൂറുകൾ പോലും ഈ പൊന്നുമോന്റെ ജീവൻ രക്ഷിക്കാനായിട്ട് നമ്മുടെ മുമ്പിലില്ല. എത്രയും പെട്ടെന്ന് കരൾ മാറ്റി വെച്ച് ഈ കുരുന്നിന്റെ ജീവൻ രക്ഷിക്കാനാണ് എറണാകുളം ആസ്റ്റർ മെഡിസിറ്റിയിലെ ഡോക്ടർമാർ നിർദ്ദേശിച്ചിട്ടുള്ളത്. ഈ വീഡിയോ കാണുന്ന എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ കയ്യിലുള്ളത് അതെത്ര ചെറിയ തുകയാണെങ്കിലും ഈ മോന് വേണ്ടി അയച്ചു നൽകിക്കൊണ്ട് ഈ വീഡിയോ മാക്സിമം ആളുകളിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്തുകൊണ്ട് ഒരു നിമിഷം ഈ മോന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരും കൂടി ഉണ്ടാകണം. എന്റെ ഭർത്താവിന്റെ കൂലിപ്പണിയാണ്. ഇത്രയും പൈസ ഞങ്ങളെ കൊണ്ട് താങ്ങാനാവൂല. ഞങ്ങളെ കുട്ടീനെ രക്ഷിക്കണം. ഇന്നത്തെ ഓപ്പറേഷൻ തന്നെയുള്ള സ്വർണ്ണൊക്കെ വിറ്റിട്ടാണ് ഞങ്ങൾ ഓപ്പറേഷൻ ചെയ്തത്. ഇപ്പൊ ഞങ്ങളെ കയ്യിലൊന്നുമില്ല. ഞങ്ങളെല്ലാരും ഞങ്ങളെ രക്ഷിക്കണം. എന്റെ കുട്ടീനെ രക്ഷിക്കണം. എന്റെ കുട്ടീന്റെ ഒക്കെ മാറണം. ഞങ്ങളെല്ലാം സഹായിക്കണം. ഞങ്ങൾക്ക് അതിന് പൈസ എല്ലാവരും സഹായിക്കും. തീർന്ന് മാറ്റിയൊക്കെ കൊറേ പൈസ ആവും. കൊറേ പൈസ ഇപ്പൊ ഞങ്ങൾക്ക് അതിനൊന്നുമില്ല. ഞങ്ങൾക്ക് കുട്ടിന്റെ ഞങ്ങളെ ഇവിടുന്ന് പോകൂല. എന്റെ കുട്ടീന്റെ ലിവർ മാറ്റിവെക്കണം. എന്റെ ലിവറാണ് ഞാൻ കുട്ടിക്ക് വേണ്ടി കൊടുക്കുന്നത്. എങ്ങനെയും എന്റെ കുട്ടീനെ രക്ഷിക്കണം എല്ലാരും. എന്റെ അടുത്ത് പൈസയൊന്നുമില്ല, എനിക്ക് പണിയും കാര്യങ്ങളൊന്നുമില്ല. ഇപ്പൊ എന്റെ കുട്ടീനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. അഗസ്ത്യ ചികിത്സാ കമ്മിറ്റിയുടെ പ്രധാനപ്പെട്ട അബ്ദുൽ നാസർ ഉൾപ്പെടെയുള്ളവരുടെ പേരിൽ ചേർന്നിട്ടുള്ള ജോയിന്റ് അക്കൗണ്ടും അതിന്റെ QR കോഡുമാണ് കുരുന്നിനുള്ള സാമ്പത്തിക സഹായം അയക്കാനായിട്ട് നിങ്ങൾക്ക് നൽകിയിട്ടുള്ളത്. നിങ്ങളൊരു കാര്യം ദയവ് ചെയ്തിട്ട് ശ്രദ്ധിക്കണം. ഗൂഗിൾ പേയിൽ തടസ്സങ്ങൾ നേരിട്ടാൽ ഒരല്പസമയം ഈ കുരുന്നിന് വേണ്ടി മാറ്റിവെച്ച് നിങ്ങൾ ബാങ്ക് അക്കൗണ്ട് വഴിയോ കൊടുത്തിരിക്കുന്ന സ്കാനർ വഴിയോ അവനുള്ള സഹായങ്ങൾ അയച്ചു നൽകാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അസ്സലാമലൈക്കും. പ്രിയമുള്ളവർ നമസ്കാരം. ഷഹീൻ കെ മൊയ്തീനാണ്. വളരെ എമർജൻസി ആയിട്ടുള്ളൊരു സാമ്പത്തിക സഹായ അഭ്യർത്ഥനയാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ട അഗസ്ത്യ എന്ന് പറയുന്ന 9 മാസം പ്രായമുള്ള പൊന്നുമോന് എത്രയും പെട്ടെന്ന് കരൾ മാറ്റിവെക്കാൻ സർജറി നടത്തണമെന്നാണ് എറണാകുളം ആസ്റ്റർ മെഡിസിറ്റിയിലെ ഡോക്ടർമാർ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ കണ്ടാൽ മനസ്സിലാവുന്ന വയറൊക്കെ വീർത്ത് പൊട്ടാറായ അവസ്ഥയിൽ കണ്ണുകളൊക്കെ ഇങ്ങനെ മഞ്ഞച്ച് വേദന കൊണ്ട് ഈ പൊന്നുമോൻ ഇങ്ങനെ കിടന്ന് തുടരുമ്പോ, പ്രിയമുള്ളവർ, നിങ്ങളുടെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങളെല്ലാവരും വീഡിയോ ഷെയർ ചെയ്യണം. സാമ്പത്തികമായിട്ട് സഹായിക്കാൻ കഴിയാവുന്ന എല്ലാവരും നിങ്ങളൊക്കെ കഴിവിന്റെ പരമാവധി മോന് വേണ്ടിയിട്ട് സാമ്പത്തിക സഹായങ്ങൾ നൽകണം. തികച്ചും നിർധനരായിട്ടൊരു കുടുംബമാണ്. ഈ മോന് 2ാം മാസത്തില് പാൻക്രിയാസിസിനൊരു സർജറി നടന്നതാണ്. അതിനെ തുടർന്ന് ഇതുവരെ ട്രീറ്റ്മെന്റ് ഒക്കെ ഉണ്ടായിരുന്ന സ്വർണവും വിറ്റും വീടിന്റെ ആധാരം പണയം വെച്ചിട്ടൊക്കെയാണ് ഈ കുടുംബം നടത്തിപ്പോന്നത്. മലപ്പുറം ജില്ലയിലെ അരീക്കോട് പഞ്ചായത്ത് 3ാം വാർഡിൽ പെരുമ്പറമ്പിലാണ് രാജേഷും അഖിലയും അവരുടെ പൊന്നുമോനും താമസിക്കുന്നത്. ഇവിടെ കക്ഷി രാഷ്ട്രീയ ജാതി മത ഭേദമന്യേ മലപ്പുറത്തിന്റെ മതേതര മനസ്സ് മുഴുവൻ നമുക്ക് നേരെ പൊന്നുമോന്റെ ജീവനോട് കൈകൾ നീട്ടുകയാണ്. ഇവിടെ എല്ലാ ചിന്തകളും മാറ്റിവെച്ചുകൊണ്ട് ഒരു നാട് മുഴുവൻ ഒന്നിച്ചുകൊണ്ട് മഹല്ല് ഭാരവാഹികളും ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളും എല്ലാവരും ചേർന്നുകൊണ്ട് എല്ലാ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികളും ചേർന്നുകൊണ്ട് ഒരു ചികിത്സാ കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ടാണ് ഈ മോന് വേണ്ടിയിട്ടുള്ള 25 ലക്ഷം രൂപ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ആരംഭിക്കുന്നത്. എല്ലാവരും കൂടി നടന്നു. പ്രിയമുള്ളവരെ, ഞാൻ ഔഷർ കല്ലട, അരീക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റാണ്. കരൾ മാറ്റിവെക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള ഒരു കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള ഒരു മീറ്റിംഗാണ്. നാട്ടുകാരുടെ രാഷ്ട്രീയ ജാതി ഭേദമന്യേ എല്ലാവരും ഒത്തൊരുമിച്ച് കൊണ്ടാണ് ഈ പ്രവർത്തനത്തിന് ഇറങ്ങിയിട്ടുള്ളതിന്. അതുകൊണ്ട് മാക്സിമം എല്ലാവരും ഈ കുട്ടിയുടെ 9 മാസം മാത്രം പ്രായമുള്ള ഈ കുട്ടിയുടെ അവസ്ഥ കണ്ട് മനസ്സിലാക്കിക്കൊണ്ട് അതിന് മാക്സിമം സഹായം നൽകണമെന്ന് അപേക്ഷിക്കുകയാണ്. വളരെ ദയനീയാവസ്ഥയിലുള്ള ഒരു കുടുംബമാണ് ഈ അഗസ്ത്യയുടേത്. അപ്പോൾ അതിന് എല്ലാവരും ഇന്നിവിടെ കൂടിയ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാവണമെന്നും എല്ലാവിധ സഹായം എന്റെ ഭാഗത്തും ഉണ്ടാവുമെന്നും മാത്രം പറയുകയാണ്. ഉള്ളവരെ അരീക്കോട് പഞ്ചായത്ത് ചെയർപേഴ്സണാണ് സംസാരിക്കുന്നത്. നമ്മുടെ തൊട്ടടുത്ത പ്രദേശത്ത്
കൂലിപ്പണിക്കാരനായിട്ടുള്ള രാജേഷിന്റെ മകൻ അഗസ്റ്റ്യ വെറും 9 മാസം പ്രായം മാത്രമുള്ള ഈ കുട്ടിയുടെ കരൾ മാറ്റിവെക്കാൻ വേണ്ടിയിട്ടുള്ള ചികിത്സാ സഹായ ഫണ്ടിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ നിന്ന് ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങളുടെ ഭീമമായ ഒരു സംഖ്യ തന്നെ ഇതിന് ആവശ്യമാണ്. ഇതിന് വേണ്ട എല്ലാ സഹായ സഹകരണങ്ങളും നിങ്ങളുടെ എല്ലാവരുടെയും ഭാഗത്തുനിന്നുണ്ടാവണമെന്ന് മാത്രം അഭ്യർത്ഥിക്കുന്നു. ഏറ്റവും പാവപ്പെട്ട കുടുംബത്തിൽപ്പെട്ട ദിവസം അധ്വാനിച്ചിട്ട് ആ കിട്ടുന്ന ചെറിയ വരുമാനം കൊണ്ട് ജീവിതം മാർഗം കഴിയുന്ന കുടുംബമാണ്. വേറെ ഒരു വരുമാനവും ഇല്ലാത്ത ഒരു കുടുംബം ഒന്നും എവിടെ വെച്ചിട്ട് ഒരു 5 പൈസ പോലും കിട്ടാനുള്ള ഒരു മാർഗം കുടുംബത്തിനില്ല. അങ്ങനത്തെ പാവപ്പെട്ട ഒരു കുടുംബത്തിലെ ഒരു അംഗമാണ് ഈ കുട്ടിയും ഇവരുടെ അച്ഛനും അമ്മയും. നിങ്ങളുടെ നാട്ടുകാരുടെയും എല്ലാവരുടെയും അകമഴിഞ്ഞ സഹകരണം വേണമെന്ന് അപേക്ഷിക്കുന്നു. പ്രിയമുള്ളവരെ സഹായിക്കണം. ഇതാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. 25 ലക്ഷം രൂപയാണ് നമ്മുടെ ആവശ്യം മുന്നിലുള്ളത്. അപ്പം എല്ലാ ആൾക്കാരും സഹായ സഹകരണമാണ് നമുക്കിപ്പോൾ ആവശ്യം. ഇവിടെ ഒരു ജാതി മത ഭേദമന്യേ രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ ജനങ്ങളും ഒത്തൊരുമിച്ചിട്ടാണ് ഇപ്പോൾ ഇവിടെ കൂടിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് വേണ്ട സഹായ സഹകരണങ്ങൾ എല്ലാ ജനങ്ങളുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കണമെന്ന് മാത്രം അഭ്യർത്ഥിക്കുന്നു. അതുകൊണ്ട് നാം എല്ലാവരും ഒത്തൊരുമിച്ച് കൂടി അതിനു വേണ്ടുന്ന എല്ലാ സഹായ സഹകരണങ്ങളും നമ്മളോട് അടുത്തവരും എല്ലാവരോടും ആവശ്യപ്പെട്ടുകൊണ്ട് നമ്മൾ ഈ കാര്യം പുരോഗമിക്കാൻ വേണ്ടി എല്ലാവരും പരിശ്രമിക്കണം. അതാണ് എനിക്ക് പ്രിയപ്പെട്ടവരെ, എൻ്റെ പേര് സുരേഷ് ബാബു. ഞാൻ ഈ പ്രദേശവാസിയാണ്. നിർധനം എന്ന് പറഞ്ഞാൽ അത് അക്ഷരാർത്ഥത്തിൽ തന്നെ യാഥാർത്ഥ്യമാണ്. ആ കുട്ടിക്ക് രക്ഷിക്കണമെങ്കിൽ നാട്ടുകാരെല്ലാവരും ഒന്നിച്ചു ചേർന്ന് എല്ലാവരുടെയും നിർലോഭമായ സഹായ സഹകരണങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ആ കുട്ടിയെ രക്ഷിക്കാൻ നമുക്ക് കഴിയൂ. എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ നിർലോഭമായി ഈ കാര്യത്തിൽ ഉണ്ടാവണം എന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു.